പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ കൂർമ്മ അവതാരം. മഹാവിഷ്ണു കൂർമ്മ അവതാരം എടുത്തതിൻ്റെ പ്രധാന ഉദ്ദേശ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ദേവന്മാർക്കെല്ലാം ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ദേവന്മാരെല്ലാം ജരാനരകൾ ബാധിച്ചു. അപ്പോൾ ഇതിൽ സങ്കടം കൊണ്ടവർ ബ്രഹ്മാവിനോട് ഇതൊന്ന് മാറ്റിത്തരാമോ എന്ന് അപേക്ഷിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങൾ പാലാഴി മദനം കടഞ്ഞ് അമൃതം എടുത്ത് കഴിച്ചാൽ മതി, ജരാനരകളൊക്കെ മാറിക്കിട്ടുമെന്ന് പറഞ്ഞു. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് അവർ അസുരന്മാരുടെ കൂട്ടുപിടിച്ചിട്ട് പാലാഴി മദനം നടത്താൻ തുടങ്ങി. അപ്പോൾ മന്ദരപർവ്വതം ആണ് ഇതിന് സഹായിച്ചത്. ആ മന്ദരപർവ്വതം കടലിലേക്ക് താണു പോകാൻ തുടങ്ങിയപ്പോൾ അപകടത്തിലാവുമെന്ന് കണ്ടിട്ട് മഹാവിഷ്ണു പെട്ടെന്ന് ആമയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ മന്ദരപർവ്വതത്തെ ഉയർത്തി കൊടുക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് അമൃത് കഴിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് ഈ അവതാരത്തിൻ്റെ പിന്നിലെ കഥ. ഇന്നിപ്പോൾ തോട്ടുവ ധന്വന്തരി ക്ഷേത്രത്തിലാണ്. അവിടെ കൃഷ്ണന് ഏറ്റവും ഇഷ്ടം വെണ്ണ കഴിക്കാനാണ്. ഉണ്ണിക്കണ്ണൻ്റെ കയ്യിലെപ്പോഴും വെണ്ണ ഉണ്ടാവും. നമ്മൾ ഭക്തന്മാർക്കും വെണ്ണ കഴിക്കാനായിട്ട് കിട്ടും. ഞാൻ വെണ്ണ കഴിച്ചു വളരെ സന്തോഷമായിട്ട്. വെണ്ണ വീട്ടിൽ കൊണ്ടുവരുമ്പോഴേക്കും ഒലിച്ചു പോകുമല്ലോ, അതുകൊണ്ട് വെണ്ണ കിട്ടുമ്പോൾ തന്നെ അമ്പലത്തിൽ വെച്ച് തന്നെ കഴിക്കാറാണ് പതിവ്. ഭഗവാന്റെ വെണ്ണ, തൃക്കൈ വെണ്ണയ്ക്ക് എല്ലാ രോഗങ്ങൾക്കും ശാന്തി ലഭിക്കാൻ തക്ക നല്ല ഫലസിദ്ധി ഉള്ളതാണ്.